അടിപൊളി വണ്ടിയാണ്. ഇതിൻ്റെ പേരെന്തോ കറക്റ്റ്? ഇത് B6 എന്ന് പറയുന്ന മോഡലാണ്, മഹീന്ദ്രയുടെയാണ്. അപ്പം ലോഞ്ച് ചെയ്തതേ ഉള്ളൂ, ഇന്നലെ വണ്ടി കിട്ടിയതേ ഉള്ളൂ. അടിപൊളി കളറാണ്. ഇത് വേറെ ഏതൊക്കെ കളറുണ്ട്? കളർ ഇതുണ്ട്, ഒരു ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു ഗ്രേ പോലെ ഒരു കളറുണ്ട്. എനിക്കിഷ്ടം ഇതും ബ്ലാക്കും ആയിരുന്നു, പിന്നെ ഇത് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഓറഞ്ച് കളർ എടുത്തു. ഇതെന്താ പ്രത്യേകത? ഇത് DRL ഹെഡ്ലൈറ്റ്. ഇത് ആരും കാണാതെ അകത്തുണ്ട്. ശരി, ഇത് DRL അതാണ് എനിക്ക് കത്തി കിടക്കുന്നത്. എൻ്റെ ഡിസൈൻ ഒരു സ്പോർട്സ് കാറിൻ്റെ ഒരു ഡിസൈനാണ്, അത് ഇഷ്ടപ്പെട്ടാണ് മെയിനായിട്ട് എടുത്തത്. പിന്നെ ഇവിടെ എല്ലാം ഫുൾ ലൈറ്റപ്പാണ്. ഇവിടെ ഈ ലൈറ്റ് തൊട്ട് അകത്ത് ലൈറ്റ് ഉണ്ട്. മൊത്തത്തിൽ കാണാൻ ലുക്ക് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടല്ലേ? എല്ലാവരും ഇന്നലെ എടുത്തോന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ് ഈ വണ്ടി. പിന്നെ EV ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ടെൻഷനുണ്ട്, മടിയുണ്ട് എന്നേ ഉള്ളൂ. ഞാൻ ധൈര്യമായിട്ട് എടുത്തു. ഞാനൊരു സാറ്റിസ്ഫൈഡ് ആണ്, കുഴപ്പമില്ല. അതിൽ 360 ക്യാമറ ഉള്ളതാണ്. ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ ഉണ്ട്. ഇത് വണ്ടി പുറകെ വന്നാൽ അത് മോണിറ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വില എത്ര? വില ഇപ്പോൾ ഫുൾ ഓപ്ഷൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. 32 ലക്ഷമായി ഓൺ റോഡ് പ്രൈസ്. മൈലേജ് എത്ര വരും? മൈലേജ് 678 മഹീന്ദ്ര പറയുന്നത്. 550 മുകളിൽ ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറയുന്നത്. മുന്നിൽ ഫ്ലഷ് മൗണ്ടാണ്. നമുക്കത് മൊബൈൽ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാം. അകത്ത് ഒരു സ്പെഷ്യൽ ടൈപ്പ് സ്പോർട്സ് കാറിലൊക്കെ കാണുന്ന പോലെ ഒരു സ്റ്റാപ്പാണ് കൊടുത്തിരിക്കുന്നത്. എസ് വലിച്ചാൽ അത് ഓപ്പൺ ആവും. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വ്യൂ. ഇതിൻ്റെ സ്റ്റിയറിംഗിൻ്റെ ഡിസൈൻ ഒരു സ്പോർട്സ് കാറിൻ്റെ ഡിസൈനാണ്. 2 സ്പ്ലിറ്റ് സ്ക്രീനുണ്ട്. ഒന്നായിട്ട് തോന്നുന്നതിലൂടെ 2ആണ്. നമ്മുടെ ക്ലസ്റ്റർ ഇവിടെയും ബാക്കി ഇൻഫോർടൈൻമെൻറ്റ് ഇതെല്ലാം ഇവിടെയാണ്. ഇവിടെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് മെനു ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ജോയ്സ്റ്റിക്ക് പോലത്തൊരു ഇതും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രൈവ് മോഡ്സൊക്കെ നമുക്ക് സെലക്ട് ചെയ്യുന്ന ഇത് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിങ്ങനെ സെലക്ട് ചെയ്യാം. പിന്നെ ഇതൊരു കോക്പിറ്റ് ഡിസൈനാണ്. നമ്മുടെ ഒരു ഫ്ലൈറ്റിൻ്റെ ഇൻറ്റീരിയർ പോലെയാണ് ഇതെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഗിയർ നമ്മൾ ചേഞ്ച് ചെയ്തതുണ്ടോ, ഒരു ഫ്ലൈറ്റിൻ്റെ അതേ മോഡലിലാണ്. ഇതൊക്കെയാണ് ഇൻറ്റീരിയർ. പിന്നെ ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് ഉണ്ട്, അത് കൂൾഡാണ്. നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ കൂൾ ചെയ്തതിനകത്ത് വയ്ക്കാം. വല്ല പെപ്സിയോ കൊക്കക്കോളയോ അതൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ സ്റ്റിയറിംഗിൽ ഇവിടെ നമുക്ക് റീജനറേഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. പ്ലസ് മൈനസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബൂസ്റ്റ് മോഡുണ്ട്. നമുക്ക് ബൂസ്റ്റ് മോഡ് പ്രസ് ചെയ്താൽ ഒരു 10 സെക്കൻഡ് നമുക്ക് ഹൈ പവർ കിട്ടും. ഇതിൻ്റെ ഫുൾ പവർ കിട്ടും. വണ്ടി ഇങ്ങനെ പറന്നു പോകുന്നൊരു ഫീലിംഗ് ആണ്. പിന്നെ ഒരു 1 പെഡൽ ഡ്രൈവ് ഉണ്ട്. നമുക്ക് ആക്സിലേറ്റർ മാത്രം യൂസ് ചെയ്ത് നമുക്കിത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സിലേറ്റർ വിടുമ്പോൾ തന്നെ വണ്ടി നിൽക്കുന്നു, വീണ്ടും കൊടുക്കുമ്പോൾ വീണ്ടും പോകുന്നു. ഒക്കെ ഒരു EV സെറ്റപ്പ്. ഇത് ഇന്റീരിയർ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇവിടെ ഉണ്ട് നമ്മുടെ സൺ റൂഫ് അല്ല, ഒരു സ്കൈ റൂഫ് ഉണ്ട്. നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല. കണ്ടോ, ഫുള്ള് പനോരമിക് ആയിട്ടുള്ളൊരു സ്കൈ റൂഫാണ്. ഇതിന് ഇവിടെ ലൈറ്റിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. രാത്രി നല്ല ഭംഗിയാണ്. ആംബിയൻ ലൈറ്റ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന കണക്ക് ഇതിനകത്ത് കത്തും. അവിടെ നിന്ന് ഒരു ഡിസൈൻ ഉണ്ട്, ഇൻക്ലൂഡഡ് ലോഗോ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ നമുക്കത് ചൂസ് ചെയ്യാം ഏത് വേണമെന്നുള്ളത്. വേവ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. രാത്രി നല്ല ഭംഗിയാണ് ഇത് കാണാൻ. സീറ്റ് ലെതറും നമ്മുടെ ഒരു ക്ലോത്ത് പോലത്തെ ഒരു മെറ്റീരിയലുമായിട്ട് മിക്സ് ചെയ്തൊരു സാധനമാണ്. ഇത് സ്പോർട്സ് കാർ പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ്. ഇതിൽ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് യാത്രയ്ക്ക് വളരെ സുഖമാണ്. ചാരി ഇരുന്ന് ഷർട്ട് കേടാവുക, ഉയർക്കുക, ഇതൊന്നുമില്ല. നല്ല വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് 2 സീറ്റിനും. സുഖമായിട്ട് കാല് നീട്ടിയിരുന്ന് പോകാനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് 2 സ്ക്രീനാണ്, ഒന്നായിട്ട് തോന്നുമെങ്കിലും ഇത് നമ്മുടെ ഇൻഫോർടൈൻമെൻ്റ് ആണ്. ഇത് നമ്മുടെ ക്ലസ്റ്ററാണ്. രണ്ടും 2ആണ്. നമുക്കിവിടെ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം മോഡൽ. നമുക്ക് എവിടെയാണ് ഇത് വേണ്ടതെന്നുള്ളത് ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നാവിഗേഷൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്യാം. അത് അവിടുത്തെ നാവിഗേഷൻ തന്നെ ഇവിടെയും വരും. നമുക്ക് ഇവിടെ എന്താണ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് മെനുവിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്തൊരു ഗ്രൂമി എന്ന് പറയുന്നൊരു മോഡുണ്ട്. ആ പാർട്ടി മോഡാണ്. അതൊരുവിധം ഓല സ്കൂട്ടറിലൊക്കെ ഉള്ള സെറ്റപ്പാണ്. എന്നാലും ഇതൊത്തിരി ഹൈടെക് ആയിട്ട് വളരെ രസകരമായിട്ട് മഹീന്ദ്ര ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം.
ബാക്ക് കണ്ടാലും അസാധ്യ ലക്ഷ്യം. ലൈറ്റാണ്. അതുകൂടാതെ ഇവിടെ ഒരു ആനിമേഷനൊക്കെ ഉണ്ട്. അത് ഗ്രൂമി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് തെളിയിട്ടുണ്ട്. ഡിസൈൻ കൊണ്ട് ഭയങ്കര നമ്മളെ ഞെട്ടിച്ചൊരു വണ്ടിയാണ്. സ്പോയിലർ ആയാലും ഡിക്കി ആയാലും എല്ലാം നല്ല ഡിസൈനാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാണ് വണ്ടി എടുത്തത്. ഇതിനകത്തോട്ട് നമുക്ക് തുറന്നു നോക്കാം. അപ്പുറത്ത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, സ്വിച്ച് പ്രസ് ചെയ്യുക. അല്ല, ഇത് 3 ഐറ്റം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 3-ലാണെങ്കിൽ 2 ആക്കാം, ചെറിയ സാധനങ്ങളൊക്കെ കുറച്ചുകൂടെ താഴ്ന്നാക്കാം. ഇത് സെക്കൻഡിലാണെങ്കിൽ കുറച്ചുകൂടി പൊങ്ങിപ്പോവും. അത് നമുക്ക് അകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നല്ല സ്പേസ് ഉണ്ട്. ഇനി എന്ന് പറയുന്ന മോഡലുണ്ട്, അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് കുറവാണ്. എന്നാലും നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കിടക്കുന്ന സ്റ്റോറേജ് ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് സ്റ്റെപ്പിനി ഉണ്ട്. സ്റ്റെപ്പിനി പക്ഷേ ചെറുതാണ്, ചെറിയ ടയറാണ്. ബാക്കി അതിൻ്റെ ഒരു ചാർജറുണ്ടായിരുന്നു, അത് വീട്ടിലുണ്ട്. ചാർജർ വെച്ചുള്ള കേസുകളുണ്ട്. വണ്ടി നമ്മൾ ക്ലോസ് ചെയ്യുന്ന ഡിക്കി ക്ലോസ് ചെയ്യുന്ന ഒരു വെച്ച് ആണ്. ഇനി ഓരോ ഓപ്ഷനോടും ഇത് നമുക്ക് കാലുകൊണ്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് അടയ്ക്കാൻ പറ്റും. ഇതുപോലെ മറിക്കും. നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാല് വെച്ച് ഇങ്ങനെ ആക്കി കയറാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ഓപ്ഷൻസ് എല്ലാം ഉള്ള ഒരു നല്ല സ്റ്റൈലൻ രീതിയാണ്.